ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ആദ്യം തന്നെ ഞാൻ ഒരു താങ്ക്സ് പറയാണ്. കാരണം ഞാൻ ഒരു മാസം മുമ്പായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു BPharm റിലേറ്റഡ്. അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്, പിന്നെ എന്തൊക്കെ സബ്ജക്റ്റാണ് പറഞ്ഞത്, അങ്ങനെ എനിക്കറിയാമെന്നുള്ള കുറച്ച് ഇങ്ങനെ സ്കോപ്പ് അങ്ങനത്തെയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു BPharm റിലേറ്റഡ്. അപ്പോൾ അതിന് ഒരുപാട് 6.1K വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കമൻറ്റ്, എനിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒരു 100 സംതിങ് കമൻ്റ് ഒക്കെ കിട്ടണത്. അതുപോലെ കുറേ ഈ +2 കഴിഞ്ഞിട്ടുള്ള പിള്ളേർ DM ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്താണ്, എങ്ങനെ മീൻസ് സ്കീം എക്സാം, ഏത് എക്സാം വഴി നമുക്ക് BPharm എടുക്കാൻ പറ്റും, അങ്ങനെ പിന്നെ എന്താണ് ഡൊണേഷൻ, ഫീസ്, ഞാൻ ഏത് കോളേജിൽ പഠിക്കണം, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചൊരു Q&A സെക്ഷൻ ചെയ്താലോ എന്ന്. റിലേറ്റഡ് BPharm കോഴ്സ് ആയിരിക്കും. സോ അങ്ങനെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് ആൻസർ അറിയാമെങ്കിൽ ഞാൻ ആൻസർ ഷെയർ ചെയ്യണതായിരിക്കും. സോ ഇന്നപ്പോൾ ഒരു Q&A സെക്ഷനായിരിക്കും. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, BPharm സ്റ്റഡി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ? പിന്നെ എക്സ്ട്രാ വേറെ ബുക്ക് റെഫർ ചെയ്താണോ പഠിക്കണത്? GPAT എക്സാം ട്രൈ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനാണ് ഒരു കുട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ BPharm സ്റ്റഡി എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴേക്കും ഞാനിതാ ഇപ്പം ഫൈനൽ ഇയർ ആയി, അതായത് 4th ഇയർ ആയി. അപ്പം ഇതുവരെ എന്ന് പറയുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനൊക്കെ ഉണ്ട്. കുറച്ച് പാടൊക്കെയാണ്, കുറച്ച് ഉറക്കമൊക്കെ മീൻസ് കളഞ്ഞാലേ നമുക്ക് BPharm ഒക്കെ മീൻസ് കുറച്ച് ടഫാണ്. ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് തോന്നണമെന്നുണ്ടെങ്കിലും പഠിച്ചുകൊണ്ടിരുന്ന സമയം മീൻസ് ഫസ്റ്റ് സെം പഠിക്കുമ്പോൾ അത് നല്ല ടഫായിരുന്നു. അങ്ങനെ അതും കുറേ പുതിയ സബ്ജക്റ്റൊക്കെയാണ്. ഇതുവരെ പഠിച്ചു വന്ന സബ്ജക്റ്റൊന്നുമല്ല, ഫാർമക്കോളജി, സ്യൂട്ടിക്സ്. അപ്പം അതെനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കുറച്ച് ടഫായിരുന്നു സംഭവം. പിന്നെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്, ആവറേജായിട്ട് ഇങ്ങനെ പഠിച്ച് വരികയാണെങ്കിൽ പാസ്സായി പോവാം. അപ്പോൾ അതാണ് സ്റ്റഡി എക്സ്പീരിയൻസ് പറയാനുള്ളത്. അപ്പോൾ എക്സ്ട്രാ ഞാൻ വേറെ അങ്ങനെ ബുക്കൊന്നും റെഫർ ചെയ്യാറില്ല. എന്താണ്, ഇവിടെ ലൈബ്രറി അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ടീച്ചർമാർ റെഫർ ചെയ്യാൻ പറഞ്ഞാൽ റെഫർ ചെയ്യും, അല്ലാതെ ഞാൻ വേറെ എക്സ്ട്രാ ബുക്കൊന്നും റെഫർ ചെയ്യാറില്ല. നമുക്ക് കോളേജിൽ നിന്ന് തന്നെ എന്തെങ്കിലും PPTയോ നോട്ട്സോ അല്ലെങ്കിൽ സീനിയേഴ്സിൻ്റെ നോട്ട്സോ അങ്ങനെയൊക്കെ വെച്ചാണ് ഞാൻ പഠിക്കണത്, അല്ലാതെ എക്സ്ട്രാ ഇതൊന്നും റെഫർ ചെയ്യാറില്ല. GPAT എക്സാം ട്രൈ ചെയ്യണുണ്ട്. അതിൻ്റെ ചെറിയൊരു പ്രിപ്പറേഷൻസ് ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്തൊക്കെ പഠിക്കാനുണ്ട്? പിന്നെ ആഫ്റ്റർ BPharm എന്തൊക്കെ സ്കോപ്പ് ഉണ്ട്? പിന്നെ ഗവൺമെൻറ് കോളേജ് വേഴ്സസ് പ്രൈവറ്റ് കോളേജ് കമ്പാരിസൺ. അപ്പോൾ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ കേട്ടിട്ടില്ലാത്ത കുറേ സബ്ജക്റ്റാണ്. അതായത് സ്യൂട്ടിക്സ്, ഫാർമക്കോളജി, ഫാർമക്കോഗ്നസി, അങ്ങനെ കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ മെയിനായിട്ട് കെമിസ്ട്രി ഒക്കെ പറഞ്ഞത് ഒരു 2nd ഇയറിൽ തൊട്ടാണ് കെമിസ്ട്രി പറഞ്ഞത്. 2nd, 3rd ഇയർ ആയിരിക്കും മെയിനായിട്ട് കെമിസ്ട്രി ഭാഗങ്ങളൊക്കെ പഠിക്കാനുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ അനാട്ടമി, അതായത് സുവോളജിയുടെ ഒരു ഭാഗം പറഞ്ഞുണ്ട്. അതൊക്കെ ഫസ്റ്റ് ഇയറിലൊക്കെ ഉള്ളൂ സുവോളജിയൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറച്ച് സബ്ജക്റ്റൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ സബ്ജക്റ്റിൻ്റെ പേര് എവിടെയെങ്കിലുമൊക്കെ കൊടുത്തേക്കാം കേട്ടോ. പിന്നെന്താണ്, ആഫ്റ്റർ BPharm എന്തൊക്കെ സ്കോപ്പ് ഉണ്ട്? അപ്പം ഞാൻ ഇത് മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ BPharm എന്തൊക്കെ സ്കോപ്പ് ഉണ്ടെന്ന്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് MPharm എടുത്തിട്ട് ടീച്ചിങ് ഫീൽഡിലോട്ട് പോവാം. പിന്നെന്താണ്, അതുപോലെ നമുക്ക് ഇൻഡസ്ട്രിയിലോട്ട് പോവാം. പിന്നെ MBA എടുക്കുകയാണെങ്കിൽ ബിസിനസ് അങ്ങനത്തെ ഫീൽഡിലോട്ട് പോവാം. പിന്നെ റിസർച്ച് സയൻറ്റിസ്റ്റ് ആ ഒരു ഇതിലോട്ട് പോവാം. പിന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ എൻജിനീയറിങ്ങും ഇതുമായിട്ട് ജസ്റ്റ് എന്തോ ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടാ. അപ്പം അങ്ങനെയും നമുക്ക് പോവാം. പിന്നെ ഞാൻ അവസാനമായി ഫാർമസിസ്റ്റ് എന്നുള്ളൊരിത് പറയുള്ളൂ. കാരണം BPharm ആണ് ബേസിക് ഫാർമസിസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ. സോ ഞാൻ BPharm പഠിച്ചവരെ ഫാർമസിസ്റ്റ് ആവുമെന്ന് ഞാൻ പറയില്ല. ചില ഫാർമസിസ്റ്റ് ആവണം എന്നുള്ള രീതിയിലായിരിക്കും BPharm പഠിക്കണം. അങ്ങനെയുള്ളവർക്ക് ഫാർമസിസ്റ്റ് ആവാം, അല്ലാത്തവർക്ക് വേറെ കുറേ സ്കോപ്പ് ഉണ്ട് BPharm പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ ഗവൺമെൻറ് കോളേജ് വേഴ്സസ് പ്രൈവറ്റ് കോളേജ് കമ്പാരിസൺ. ഗവൺമെൻറ് കോളേജ്, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഫീസ് കുറവായിരിക്കും. പിന്നെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ
അവിടെ ഫ്രീഡം കാണും, പക്ഷേ ഇങ്ങനെ പഠിപ്പിക്കുകയോ ടീച്ചർമാരിങ്ങനെ എഫേർട്ട് ഇട്ട് പഠിപ്പിക്കുകയോ അങ്ങനെയൊന്നുമില്ല. പ്രൈവറ്റ് കോളേജ് എന്ന് പറയുമ്പം അവരിങ്ങനെ നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്യും, മീൻസ് സ്കൂൾ എങ്ങനെയാണോ അതുപോലെ നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഗവൺമെൻറ് കോളേജിൽ വേറെ ഇങ്ങനെ അവർ എഫേർട്ട് എടുത്ത് പഠിപ്പിക്കില്ല, നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഠിക്കണം. അപ്പോൾ അതായിരിക്കും കമ്പാരിസൺ. പിന്നെ ഗവൺമെൻറ് കോളേജിൽ പഠിച്ചിറങ്ങിയ കുറച്ച് വാല്യൂ ഉണ്ടായിരിക്കും, അതൊക്കെ തന്നെ. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആഫ്റ്റർ +2 എങ്ങനെയാണ് B.Pharm-ന് അഡ്മിഷൻ എടുക്കുന്നത്? അപ്പോൾ ആഫ്റ്റർ +2 നമ്മൾ കീം എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പോൾ അതുവഴിയാണ്, അത് മെറിറ്റിൽ കിട്ടുകയാണെങ്കിൽ മെറിറ്റിൽ കിട്ടും, അല്ലാത്തവർക്ക് മാനേജ്മെൻറ്റ് വഴി നമുക്ക് പ്രൈവറ്റ് കോളേജസിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. പിന്നെ +1 +2ൻ്റെ കൂടെയാണോ കീം പഠിച്ചത്? ഞാൻ +1 +2ൻ്റെ കൂടെ മീൻസ് ഞാനൊരു എൻട്രൻസ് കോച്ചിങ് അങ്ങനെ ഒരു സംഭവത്തിന് പോകുമായിരുന്നു. എനിക്ക് നീറ്റ് എക്സാം ആയിരുന്നു മെയിനായിട്ട്, എനിക്ക് ഡോക്ടർ ആവണം അങ്ങനത്തെയൊക്കെ ഒരു മൈൻഡായിരുന്നു പണ്ട്. അപ്പം ഞാൻ +1 +2 ട്യൂഷനും മീൻസ് സയൻസും മാത്സും ട്യൂഷനും പ്ലസ് ഇങ്ങനെ എൻട്രൻസ് കോച്ചിങ് ട്രിവാൻഡ്രത്ത് സഫയർ എന്ന് പറഞ്ഞൊരിടത്ത് പോകണുണ്ടായിരുന്നു, മീൻസ് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ. അപ്പം ഞാൻ മെയിനായിട്ട് നീറ്റ് ഫോക്കസ് ചെയ്തിട്ടാണ് പോയത്. അപ്പം എനിക്ക് നീറ്റ് കിട്ടിയില്ല, ഫസ്റ്റ് ചാൻസിൽ എഴുതിയപ്പോൾ നീറ്റ് കിട്ടിയില്ല. അപ്പം ചുമ്മാ ഞാൻ കീം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത്, എനിക്ക് ഫാർമസിന്ന് ആ B.Pharm എന്ന് എനിക്കൊരു ഇതും ഇല്ലായിരുന്നു, ജസ്റ്റ് എഴുതിയപ്പോൾ കിട്ടി. പിന്നെ ഇനി റിപ്പീറ്റ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് കീം കിട്ടി, ഇങ്ങനെ വന്നതാണ്. ആദ്യമൊന്നും ഇഷ്ടമില്ലായിരുന്നു, പിന്നെ ഇപ്പം പഠിച്ച് വന്നപ്പം ഇഷ്ടപ്പെട്ട, എൻ്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം B.Pharm ഇഷ്ടപ്പെട്ടതാണ് ഞാൻ. അപ്പം അതിൻ്റെ കൂടെ പഠിച്ചാണ് കിട്ടിയത് കേട്ടോ. പിന്നെ +2 കഴിഞ്ഞ് സെയിം ഇയർ ആണ്, +2 കഴിഞ്ഞ് കീം എക്സാം എഴുതിയപ്പോൾ കിട്ടിയ സംഭവമാണിത്. അൽഷിഫ കോളേജ് എങ്ങനെയുണ്ട്? ഓൾ അബൌട്ട് കോളേജ് ഫെസിലിറ്റീസ്. അൽഷിഫ കോളേജ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ പഠിത്തത്തിൻ്റെ കാര്യമല്ലേ, അത് വേറൊരു കോളേജായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ +2 പഠിച്ചിരുന്ന ഫ്രണ്ട്സ് കുറച്ചൊരു ഫാർമസി അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരുടെ കോളേജ് വെച്ചിട്ട് മീൻസ് അവരുടെ കോളേജിലെ ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ തോന്നും, എന്താണ് അൽഷിഫ കോളേജ് അപ്പം അടിപൊളിയാണല്ലേ. അതുപോലെ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ ഇൻഡസ്ട്രിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ചൊക്കെ മീൻസ് ഇവിടെ ഇല്ലാത്ത എക്യുപ്മെൻറ്റ്സ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. മിക്ക സംഭവങ്ങളും ഇവിടെ ഉണ്ട്, എക്യുപ്മെൻറ്റ്സും ഇൻസ്ട്രുമെൻറ്റ്സ് ആയാലും എന്തൊക്കെയാണെങ്കിലും. അപ്പം നമുക്ക് ഇൻഡസ്ട്രിയിലോട്ട് പോകുമ്പം ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇൻഡസ്ട്രി പോകാനാണ് താല്പര്യം. അപ്പം ഞാൻ ഇൻറ്റേൺഷിപ്പ് അങ്ങനെയാണ് ചെയ്തത്. സോ നമുക്ക് കുറച്ച് നോളജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അൽഷിഫ കുറേ അക്രഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്ലേസ്മെൻറ്റും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ കോളേജ് ചൂസ് ചെയ്തത്. അപ്പോൾ അൽഷിഫ കോളേജ് പഠിത്തം അങ്ങനത്തെ ഒരു ഫീൽഡിൽ അടിപൊളിയാണ്. വേറെ കോളേജായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ തന്നെ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, കീം എക്സാമിന് കോച്ചിങ്ങിന് പോയിരുന്നോ? എത്ര റാങ്ക് ഉണ്ടായിരുന്നു കീമിൽ? അപ്പോൾ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്. അപ്പോൾ കീം എക്സാമിന് ഞാൻ പറഞ്ഞതുപോലെ സഫയറിൽ ഇങ്ങനെ കോച്ചിങ്ങിന് പോയിട്ടുണ്ട്. കീമിന് അങ്ങനെയല്ല, ജസ്റ്റ് നീറ്റിന് വേണ്ടിയിട്ട് കോച്ചിങ്ങിന് പോയിട്ടുണ്ട്, അങ്ങനെയാണ്. പിന്നെ എത്ര റാങ്ക് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു 16,000 ആ ഒരു ഇതിലായിരുന്നു എൻ്റെ റാങ്ക്, 16 സംതിങ്. അപ്പം അടുത്തത് വേറൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നഴ്സിംഗ് ആണോ B.Pharm ആണോ നല്ലതെന്ന്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ B.Pharm എന്നേ പറയുള്ളൂ. കാരണം നഴ്സിങ്ങിൻ്റെ കാര്യം ആദ്യം പറയാം. നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തും ചോദിച്ചായിരുന്നു, നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നേഴ്സാവാം. വേറെ പിന്നെ നഴ്സിൻ്റെ കുറച്ചും കൂടെ സീനിയർ നഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുമായിരിക്കും. പക്ഷേ B.Pharm പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ടീച്ചിങ്ങിൽ പോവാം. നഴ്സ് പഠിച്ചാലും നഴ്സിംഗ് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുമായിരിക്കും, അതെനിക്കറിഞ്ഞൂടാ. അപ്പോൾ B.Pharm പഠിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്കോപ്പുണ്ട്. ഇൻഡസ്ട്രിയിൽ പോവാം, പിന്നെ സയൻറ്റിസ്റ്റ് ഒരു റിസർച്ച് ഫീൽഡിലോട്ട് പോവാം, ടീച്ചിങ്, പിന്നെ ഫാർമസിസ്റ്റ്, ഹോസ്പിറ്റൽ, അങ്ങനെ കുറേ ഫീൽഡില്ലേ. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഫാർമസി അതേ ചൂസ് ചെയ്യുള്ളൂ. പിന്നെ ഏകദേശം പഠിക്കാൻ കുറച്ചും കൂടെ നഴ്സിങ്ങിനുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ചില സബ്ജക്റ്റൊക്കെ നമുക്ക് കോമൺ, ഫാർമക്കോളജി എന്നൊക്കെ പറയണത് കോമൺ, അങ്ങനത്തെയൊക്കെ സംഭവം തന്നെ. പിന്നെ അവർക്ക് 5 വർഷമാണെന്ന് തോന്നുന്നു നഴ്സിംഗ്, അങ്ങനെ എന്തൊക്കെയോ ചെറിയ ഡിഫറൻസ്. ഏകദേശം ഒരേപോലെയൊക്കെയാണ് പഠിക്കാൻ, ടഫൊക്കെയാണ്. നഴ്സിംഗ് കുറച്ചും കൂടെ ടഫാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ B.Pharm പ്രൊമോട്ട് ചെയ്യുള്ളൂ. സോ
അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് റാങ്ക്. ഇത് ഒരുപാട് പേര് ചോദിച്ച ഒരിതാണ് കേട്ടോ. നമുക്ക് കീം എക്സാം ക്വാളിഫൈ ആവാൻ വേണ്ടിയിട്ട് എത്ര റാങ്ക് വേണമെന്ന്. സോ അതെന്ന് പറയുമ്പം ഓരോ വർഷം അവർ കട്ട് ഓഫ് ഓരോ ഇതായിരിക്കും അവർ തീരുമാനിക്കുന്നത്. അപ്പം അതനുസരിച്ച് അറിയാവുള്ളൂ. ഇപ്പം കീം എക്സാം കഴിഞ്ഞിട്ട് അവരൊരു കട്ട് ഓഫ് തീരുമാനിക്കും. അപ്പം അതിൻ്റെ അകത്ത് നമ്മുടെ മാർക്ക് വരികയാണെങ്കിൽ അങ്ങനെയാണ്. അല്ലാതെ എല്ലാ വർഷവും ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 50 മാർക്ക് ഉണ്ടെങ്കിൽ ക്വാളിഫൈ ആവും, അങ്ങനെ ഫിക്സഡ് അല്ല. ഓരോ വർഷവും അവർ ഓരോന്ന് കട്ട് ഓഫ് തീരുമാനിച്ചിട്ട് അങ്ങനെയാണ് റാങ്കിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. പിന്നെ എല്ലാവരും DM ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അൽഷിഫ കോളേജിൻ്റെ ഡൊണേഷൻ, ഫീ സ്ട്രക്ചർ, പിന്നെ മെറിറ്റിൽ കിട്ടിയാലുള്ള ഫീ സ്ട്രക്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ അൽഷിഫ കോളേജിൻ്റെ ഡൊണേഷൻ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഇവിടുത്തെ ഓഫീസിലോ അല്ലെങ്കിൽ കോളേജിൻ്റെ മാനേജറിനോ അങ്ങനെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ അറിയാൻ പറ്റുമായിരിക്കും. അങ്ങനെ കോണ്ടാക്ട് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഓരോ വർഷവും ഡൊണേഷന് ചെറിയ ചേഞ്ചസും അങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കൂലേ. അപ്പോൾ എനിക്കത് എത്രയാണെന്ന് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ഓഫീസിൽ ചെന്ന് ചോദിച്ചാലും ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കിങ്ങനെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തന്നില്ല. അതായത് സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റ് ഡയറക്റ്റായിട്ട് ഓഫീസിലോ അല്ലെങ്കിൽ മാനേജറിനെയോ കോണ്ടാക്ട് ചെയ്യണമെന്നായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആർക്കെങ്കിലും മാനേജറിൻ്റെ നമ്പറോ അങ്ങനെ ഓഫീസിൻ്റെ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ കോളേജ് മാനേജറിൻ്റെ നമ്പറോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ DM ചെയ്താൽ മതി ഇൻസ്റ്റയിൽ. പിന്നെ ഫീ സ്ട്രക്ചർ, മെറിറ്റിൻ്റെ ഫീ സ്ട്രക്ചർ വന്നിട്ട് ട്യൂഷൻ ഫീ മെറിറ്റിലാണെങ്കിൽ ട്യൂഷൻ ഫീ 98,000 സംതിങ് ആണ്. ഏകദേശം ഫസ്റ്റും ലാസ്റ്റും ഇയർ കുറച്ച് കൂടുതലായിരിക്കും, 1,45,000 അങ്ങനെ എന്തോ ആണ്. സെക്കൻഡും തേർഡും 1,27,000 അങ്ങനെ എന്തോ ആണ് ഫീ സ്ട്രക്ചർ മെറിറ്റിൽ കിട്ടുകയാണെങ്കിൽ. അപ്പം ഇനി ഇതും ഒരുപാട് പേര് ചോദിച്ചതാണ്. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ്, അതായത് കെമിസ്ട്രിയിലെ സബ്ജക്റ്റ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കെമിസ്ട്രി ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് പാസ് ആയി പോകാൻ പറ്റുമെന്ന്, B.Pharm പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഒരു ആവറേജ് ആയിട്ടുള്ളൊരു കെമിസ്ട്രി സ്റ്റുഡൻറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കെമിസ്ട്രി സെക്കൻഡും തേർഡും ഇയറിലാണ് മെയിനായിട്ട് പറഞ്ഞത്. ഫസ്റ്റ് ഇയറിലും 4th ഇയറിൽ നമുക്ക് സെലക്ട് ചെയ്താലേ ഉള്ളൂ 4th ഇയറിൽ. അപ്പം സെക്കൻഡും തേർഡും ഇയറിൽ അത്യാവശ്യം നന്നായിട്ട് മെഡിസിനൽ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. അതെന്ന് പറയുമ്പോൾ കുറേ ഇക്വേഷൻസും പ്ലസ് ടു പഠിച്ചതൊന്നും അല്ല, ഇത് വേറൊരു സാധനമാണ്. അപ്പോൾ ആ സംഭവം മെഡിസിനൽ കെമിസ്ട്രി എന്നൊക്കെ പറയുമ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ട്, എൻ്റെ സാറുമാരൊന്നും കേൾക്കണ്ട, എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഈ മെഡിസിനിലൊക്കെ നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ പഠിച്ച കുറേ വലിയ സ്ട്രക്ചർ ആയിരിക്കില്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു സ്ട്രക്ചർ പഠിച്ച 5 മിനിറ്റ് കഴിയുമ്പോൾ എന്തായാലും മറക്കും. ഞാനങ്ങനെയാണ് കേട്ടോ. സോ നമ്മൾ ഒരാഴ്ച മുമ്പായിരിക്കും എക്സാമിന് പഠിച്ചു തുടങ്ങുന്നത്. അപ്പം അന്ന് ആ ഒരാഴ്ച, എക്സാമിൻ്റെ ഒരാഴ്ച നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച മെഡിസിനൽ കെമിസ്ട്രി എനിക്ക് സുഖമായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും മെഡിസിനൽ കെമിസ്ട്രി അത്ര പ്രശ്നമൊന്നുമില്ല, സിമ്പിളാണ്. പ്ലസ് ടു എനിക്ക് ഓർമ്മയില്ല, പ്ലസ് ടു എനിക്ക് ടഫായിരുന്നു തോന്നുന്നു കേട്ടോ കെമിസ്ട്രി. പക്ഷേ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പഠിച്ചെടുക്കാൻ പറ്റും. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പഠിച്ചെടുക്കാൻ പറ്റും. അവിടെ പഠിക്കണമെന്നല്ല ഇവിടെ, ഇത് വേറെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെയും വേറെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏകദേശം ഇതൊക്കെ തന്നെയാണ്. അപ്പം ഇനിയും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ കമൻറ്റിലോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ മതി. അപ്പം എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം. തളർന്ന് Q&A എടുത്തിട്ട്. അപ്പം ഇതാണ് ഇന്നത്തെ Q&A സെക്ഷൻ വന്നിട്ട്. അപ്പം ബൈ.